നമസ്കാരം. നമ്മൾ അടുത്തായിട്ട് നോക്കുന്നത് എഗ്രോസ് തിയറത്തെക്കുറിച്ചാണ്. സെക്ഷൻ 3.2 ആണ്, 3.3 ആണ്. തൊട്ട് മുന്നേ നമ്മൾ മെഷറബിൾ ഫങ്ഷൻസ് എന്താണെന്ന് പഠിച്ചു. അതുപോലെ തന്നെ മെഷറബിൾ ഫങ്ഷൻസിനെ സിമ്പിൾ ഫങ്ഷൻസിൻ്റെ ലിമിറ്റാക്കി എഴുതാൻ പറ്റുമെന്നുള്ള സിമ്പിൾ അപ്രോക്സിമേഷൻ തിയറം എന്ന് പറയുന്ന തിയറമാണ് പഠിച്ചത്. എഗ്രോസ് തിയറത്തിൽ പറയുന്നത് ഒരു സീക്വൻസ് ഓഫ് മെഷറബിൾ ഫങ്ഷൻ എഫ് എന്ന ഫംഗ്ഷനിലേക്ക് കൺവേർജ് ചെയ്യണം പോയിൻറ്റ് വൈസ്ലി ഓൺ ഇ. അല്ലെ ഇയുടെ മെഷർ ഫൈനൈറ്റുമാണ്. ദാറ്റ് മീൻസ് ഇ ബി എ സെറ്റ് ഓഫ് ഫൈനൈറ്റ് മെഷർ ആൻഡ് എഫ് എൻ ബി എ സീക്വൻസ് ഓഫ് മെഷറബിൾ ഫങ്ഷൻസ് ഓൺ ഇ വിച്ച് ടെൻസ് ടു എഫ് പോയിൻറ്റ് വൈസ്ലി ഓൺ ഇ. അങ്ങനെയാണെങ്കിൽ തൊട്ട് മുന്നേ പഠിച്ച് വെച്ച എഫ് ഈസ് മെഷറബിൾ ആണെന്ന് നമുക്കറിയാം. ഈ കൺവേർജൻസ് ഇവിടെ തന്നിരിക്കുന്ന പോയിൻറ്റ് വൈസ് ആണ്. അപ്പോൾ കറസ്പോണ്ടിങ് ടു ഈച്ച് പോസിറ്റീവ് ക്വാണ്ടിറ്റി വി ക്യാൻ ഫൈൻഡ് ഔട്ട് എ ക്ലോസ്ഡ് സെറ്റ് ഇൻ ഇ in which fn tends to f uniformly on f and measure of e minus f is less than epsilon. അതിനർത്ഥം എന്ന് പറയുന്നത് ഏത് പോസിറ്റീവ് ക്വാണ്ടിറ്റി എടുത്താലും ഈ ഇയുടെ ഉള്ളിലുള്ള ഒരു ക്ലോസ്ഡ് സെറ്റിൽ ഈ പറയുന്ന കൺവേർജൻസ് യൂണിഫോം ആവുമെന്നും കൂടാതെ അതിൻ്റെ ബാലൻസിൻ്റെ മെഷർ, അതായത് ഇ മൈനസ് എഫിൻ്റെ മെഷർ നെഗ്ലിജിബിൾ ആവുമെന്നുമാണ് എഗ്രോസ് തിയറം പറയുന്നത്. അപ്പോൾ എഗ്രോസ് തിയറം പ്രൂവ് ചെയ്യണമെങ്കിൽ താഴെ പറയുന്ന ലെമ്മ നമ്മൾ പ്രൂവ് ചെയ്യണം. ആ ലെമ്മയിലും ഇത് തന്നെയാണ് കണ്ടീഷൻ. ലെറ്റ് ഇ ബി എ സെറ്റ് ഓഫ് ഫൈനൈറ്റ് മെഷർ ആൻഡ് എഫ് എൻ ടെൻസ് ടു എഫ് പോയിൻറ്റ് വൈസ്ലി ഓൺ ഇ വേർ എഫ് എൻസ് ആർ മെഷറബിൾ ഫങ്ഷൻസ്. ഓക്കെ, ആൻഡ് ലെറ്റ് ഈറ്റ ആൻഡ് ഡെൽറ്റ ആർ ടു പോസിറ്റീവ് ക്വാണ്ടിറ്റീസ്. ദെൻ വി ക്യാൻ ഫൈൻഡ് ഔട്ട് two things. First thing is a set, a measurable set A in E and a natural number capital N such that mod fn minus f less than eta on A for all n greater than or equal to n, and measure of E minus A is less than delta. അതിനർത്ഥം എഫ് എൻ ടെൻസ് ടു എഫ് യൂണിഫോംലി ഓൺ എ എന്നാണ് അർത്ഥമാക്കുന്നത്. കൂടാതെ മെഷർ ഓഫ് ഇ മൈനസ് എ ലെസ് ദാൻ എപ്സിലോൺ. അപ്പോൾ ആദ്യം ഈ ലെമ്മയിൽ പറയുന്നത് രണ്ട് പോസിറ്റീവ് നമ്പറിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് ഇവിടെ ഈ ലെമ്മയിൽ കാര്യങ്ങൾ സംഭവിക്കുന്നത്. ഈറ്റയ്ക്കും ഡെൽറ്റയ്ക്കും കറസ്പോണ്ടിങ് ആയിട്ട് ഒരു മെഷറബിൾ സെറ്റ് കണ്ടുപിടിക്കാമെന്നും അതുപോലെ ഒരു നാച്ചുറൽ നമ്പറും ഈ മെഷറബിൾ സെറ്റിൽ എഫ് എൻ എഫിലേക്ക് പോകുന്നത് യൂണിഫോം കൺവേർജൻസ് ആണെന്നും. ദാറ്റ് മീൻസ് മോഡ് എഫ് എൻ മൈനസ് എഫ് ഈസ് ലെസ് ദാൻ ഈറ്റ ഓൺ എ ഫോർ ഓൾ എൻ ഗ്രീറ്റർ ഈക്വൽ ടു എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഈറ്റയുടെ വാല്യൂ എയിലുള്ള പോയിൻറ്റുകളെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, പകരം ഈറ്റയെ മാത്രമേ നാച്ചുറൽ നമ്പർ എന്നിൻ്റെ വാല്യൂ ഈറ്റയെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ, എയിലെ പോയിൻറ്റ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്നും. കൂടാതെ ആ ഡെൽറ്റ എന്ന നമ്പറിൻ്റെ പ്രത്യേകത മെഷർ ഓഫ് ഇ മൈനസ് എയുടെ വാല്യൂ എന്ന് പറയുന്നത് ലെസ് ദാൻ ഡെൽറ്റ. ഇതാണ് നമുക്ക് ലെമ്മി തന്നത്. ഇപ്പോൾ നമുക്ക് സപ്പോസ് ചെയ്തു ഗിവൺ set E is of finite measure and f n tends to f point wisely on E and take 2 points positive numbers eta and delta. ഓക്കെ, ഇനി എഫ് എൻസ് എന്താണെന്ന് അറിയാം, മെഷറബിൾ ഫങ്ഷൻസ് ആണ്. പോയിൻറ്റ് വൈസ് ലിമിറ്റ് ഓഫ് എ മെഷറബിൾ ഫംഗ്ഷൻ ആയിരിക്കും മെഷറബിൾ, ദോർ എഫ് ഈസ് ആൾസോ മെഷറബിൾ. അപ്പോൾ എഫ് എൻസും എഫും മെഷറബിൾ ആണെങ്കിൽ അതിൻ്റെ മോഡുലസ് ഡിഫറൻസും മെഷറബിൾ ആയിരിക്കും, ഡിഫറൻസിൻ്റെ മോഡുലസും ഡിഫറൻഷ്യബിൾ ആയിരിക്കും. ദാറ്റ് മീൻസ് മോഡ് എഫ് കെ മൈനസ് എഫ് ഈസ് ഡിഫറൻഷ്യബിൾ ഫോർ എവരി നാച്ചുറൽ നമ്പർ കെ. അങ്ങനെയാണെങ്കിൽ ആ ഫംഗ്ഷൻ മെഷറബിൾ ആണെങ്കിൽ പ്രൊപ്പോസിഷൻ 1 പ്രകാരം സി എന്നൊരു പോയിൻ്റ് എടുത്തു കഴിഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ എക്സ് എലമെൻറ്റ് ഓഫ് ഇ സച്ച് ദാറ്റ് മോഡ് എഫ് കെ ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ലെസ് ദാൻ സി ഈസ് മെഷറബിൾ എന്ന് പറയാം. സിക്ക് പകരം ഇവിടെ ഈറ്റ ഉപയോഗിച്ചാലും അതൊരു മെഷറബിൾ സെറ്റ് തന്നെയായിരിക്കും. അത് ഈ ചാപ്റ്ററിലെ പ്രൊപ്പോസിഷൻ 1 പ്രകാരമാണ് ചെയ്യുന്നത്. അപ്പോൾ ഏത് കെ എടുത്താലും ഇത് വർക്ക് ചെയ്യുമെങ്കിൽ ഇത്തരം കെകളുടെ കേസിൽ ഇത്തരം സെറ്റുകളുടെ ഇൻ്റർസെക്ഷൻ എടുത്തു കഴിഞ്ഞാലും ഇ എൻ ഈക്വൽ ടു ഇൻ്റർസെക്ഷൻ കെ ഈക്വൽ ടു എൻ ടു ഇൻഫിനിറ്റി ആ സെറ്റ് ഈസ് മെഷറബിൾ എന്ന് പറയുന്നത്. കാരണം ഇൻ്റർസെക്ഷൻ ഓഫ് സച്ച് സെറ്റ് മെഷറബിൾ ആയി. അപ്പോൾ ഇ വണ്ണിൻ്റെ പ്രത്യേകത കെ വേരിയസ് ഫ്രം 1 to ഇൻഫിനിറ്റി. അപ്പോൾ കൂടുതൽ സെറ്റ്സ് അതിനകത്ത് എടുക്കുന്നുണ്ട്. ഇ ടു എടുക്കുമ്പോൾ ഒരെണ്ണം കുറയും, രണ്ടാമത്തെ സെറ്റ് മുതലേ എടുക്കുകയുള്ളൂ. അപ്പോൾ ഇ വണ്ണിനേക്കാൾ വലുതായിരിക്കും ഇ ടു, കാരണം ഇൻ്റർസെക്ഷനുള്ള സെറ്റിൻ്റെ എണ്ണം കുറയും തോറും സെറ്റ് വലുതാവും എന്നാണ് അർത്ഥം. അപ്പോൾ ദാറ്റ് മീൻസ് ഇ വൺ സബ്സെറ്റ് ഓഫ് ഇ ടു സബ്സെറ്റ് ഓഫ് എക്സെട്ര. ദാറ്റ് മീൻസ് ദീസ് മെഷറബിൾ സെറ്റ്സ് ഇ ഐസ് ഫോം എ അസെൻഡിങ് ചെയിൻ. ഓക്കെ, അപ്പോൾ പക്ഷേ അസെൻഡിങ് ചെയിനിൽ കണ്ടീഷൻ പ്രകാരം നമുക്ക് ഓൾറെഡി എന്തറിയാമായിരുന്നു, മെഷർ ഓഫ് ദി യൂണിയനും ലിമിറ്റ് ഓഫ് ദി മെഷറും ഈക്വൽ ആണെന്ന് നമ്മൾ കണ്ടിന്യൂറ്റി ഓഫ് മെഷർ എന്ന തിയറം ഫസ്റ്റ് ചാപ്റ്റർ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇ ഈസ് ദ യൂണിയൻ ഓഫ് ഇ എൻ ആണെങ്കിൽ മെഷർ ഓഫ് ഇ ഈക്വൽ ടു ലിമിറ്റ് മെഷർ ഓഫ് ഇ എൻ ആണ്. ഇവിടെ മെഷർ ഓഫ് ഇയും റിയൽ നമ്പറാണ്, മെഷർ ഓഫ് ഇ എനും റിയൽ നമ്പറാണ്. അതായത് മെഷർ ഓഫ് ഇ എൻ ഈസ് എ റിയൽ സീക്വൻസ് വിച്ച് കൺവേർജസ് ടു എ റിയൽ നമ്പർ മെഷർ ഓഫ് ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് പോസിറ്റീവ് നമ്പർ എടുത്താലും നമുക്ക് ഈ ഡെഫിനേഷൻ വാലിഡ് ആവുന്ന ഒരു നാച്ചുറൽ നമ്പർ കണ്ടുപിടിക്കാൻ പറ്റുമെന്നാണ്. ദാറ്റ് മീൻസ് കറസ്പോണ്ടിങ് ടു ഡെൽറ്റ ഗ്രേറ്റർ ദാൻ 0 ദർ ഈസ് എ നാച്ചുറൽ നമ്പർ എൻ സച്ച് ദാറ്റ് മെഷർ ഓഫ് ഇ എൻ മൈനസ് ഇ വേണമെങ്കിൽ മെഷർ ഓഫ് ഇ എന്ന് എഴുതാം, അല്ലെങ്കിൽ മെഷർ ഓഫ് ഇ മൈനസ് മെഷർ ഓഫ് ഇ എൻ ലെസ് ദാൻ ഡെൽറ്റ ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എൻ. ലിമിറ്റിൻ്റെ ഡെഫിനേഷൻ അപ്ലൈ ചെയ്യുന്നേ ഉള്ളൂ. പക്ഷേ മെഷർ ഓഫ് ഇ മൈനസ് മെഷർ ഓഫ് ഇ എൻ പോസിറ്റീവ് ആയിരിക്കും, കാരണം ഇയുടെ ഉള്ളിലാണ് ഇ എൻ ഇരിക്കുന്നത്. ഇ ആണ് ഏറ്റവും വലിയ സെറ്റ്.
അപ്പോൾ വലിയ വാല്യൂ മൈനസ് ചെറിയ വാല്യൂ മസ്റ്റ് ബി എ പോസിറ്റീവ് നമ്പർ ആയിരിക്കും. മെഷർ ഓഫ് ഇ മൈനസ് മെഷർ ഓഫ് ഇ എൻ ഷുഡ് ബി ലെസ് ദാൻ ഡെൽറ്റ ആയിരിക്കും. അത് ഏത് nth ടേമിന് ശേഷം ഏതും വർക്ക് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഈവൺ nth ടേമിനും അത് വർക്ക് ചെയ്യുക. അതുകൊണ്ടാണ് ഇൻ പർട്ടിക്കുലർ എന്ന് കൊടുത്തിരിക്കുന്നത്. ടേക്ക് എ ഈക്വൽ ടു ഇ എൻ എന്ന് പേര് കൊടുത്തു. അപ്പോൾ ഇ എൻ മെഷറബിൾ സെറ്റാണ് നമുക്ക് ഓൾറെഡി അറിയാം. ഇനി എക്സെഷൻ പ്രോപ്പർട്ടി നമ്മൾ പറയുന്നത് ബി മെഷറബിളും എയുടെ മെഷർ ഫൈനൈറ്റും ആണെങ്കിൽ മെഷർ ഓഫ് ബി മൈനസ് എ ലെസ് ഈക്വൽ ടു മെഷർ ഓഫ് ബി മൈനസ് മെഷർ ഓഫ് എ എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മെഷർ ഓഫ് ഇ മൈനസ് എ ഈക്വൽ ടു മെഷർ ഓഫ് ഇ മൈനസ് മെഷർ ഓഫ് എ എന്ന് കിട്ടും. പക്ഷേ ദാറ്റ് ഈസ് ഈക്വൽ ടു മെഷർ ഓഫ് ഇ മൈനസ് മെഷർ ഓഫ് ഇ എൻ ആണ്. അതിൻ്റെ തൊട്ട് മുകളിൽ ഇത് ദാറ്റ് ഈസ് ലെസ് ദാൻ ഡെൽറ്റ. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് വി ഫൗണ്ട് എ മെഷറബിൾ സെറ്റ് എ സച്ച് ദാറ്റ് മെഷർ ഓഫ് ഇ മൈനസ് എ ഈസ് ലെസ് ദാൻ ഡെൽറ്റ. ഇനി ഈ ഇ എന്നിൻ്റെ കണ്ടീഷൻ പ്രകാരം ആ സെറ്റുകളൊക്കെ മെഷറബിൾ ആണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? എഫ് കെ മൈനസ് എഫ് എന്നിൻ്റെ വാല്യൂ ലെസ് ദാൻ ഈറ്റ ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എൻ എന്നാണ് അർത്ഥം. മോഡ് എഫ് എൻ മൈനസ് എഫ് ഈസ് ലെസ് ദാൻ ഈറ്റ അല്ലെങ്കിൽ എഫ് കെ മൈനസ് എഫ് ഈസ് ലെസ് ദാൻ ഈറ്റ ഫോർ ഓൾ എൻ കെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്ന് വേണമെങ്കിൽ വിളിക്കാം. അതിനർത്ഥം ഈ എയിലുള്ള ഓൺ എ ആണെന്നർത്ഥം. അതിനർത്ഥം എയിൽ സീക്വൻസിൻ്റെ കൺവേർജൻസ് യൂണിഫോം ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഈറ്റയ്ക്കും ഡെൽറ്റയ്ക്കും കറസ്പോണ്ടിങ് ആയിട്ടൊരു മെഷറബിൾ സെറ്റ് കണ്ടുപിടിക്കുകയും ആ മെഷറബിൾ സെറ്റിൽ സീക്വൻസിൻ്റെ കൺവേർജൻസ് യൂണിഫോം ആണെന്നും അതുപോലെ ഈ മൈനസ് എയുടെ മെഷർ വാല്യൂ എന്ന് പറയുന്നത് നെഗ്ലിഗബിൾ, ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ലെസ് ദാൻ ഡെൽറ്റ എന്ന് കിട്ടും. ഇനി എഗ്രോസ് തിയറം പ്രൂവ് ചെയ്യുകയാണെങ്കിൽ അറ്റ് എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 നമ്മൾ ചൂസ് ചെയ്തു. ആൻഡ് ടേക്ക് ഫോർ ഈച്ച് n element of n we take eta equal to 1 by n and delta equal to epsilon by 2 raised to n plus 1. Then by the above proposition or lemma 10 we can find out a natural number n of n element of n such that there is a measurable set a n of e and the convergence is uniform on a n and measure of e minus a n is less than epsilon by 2 raised to n plus 1. അതായത് ഇക്വേഷൻ 1 ഉം 2 നമുക്ക് അവിടെ അവൈലബിൾ ആയി വരുന്നത്. അതായത് ഇവിടെ ഈറ്റയുടെ വാല്യൂ 1 by n അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. A is equal to intersection n equal to 1 to infinity a n. A n's are measurable set ആണ്. സോ their countable intersection is also measurable. Therefore a is a measurable set. അപ്പോൾ a വളരെ ചെറുതായിരിക്കും. ഇനി ഇ മൈനസ് എയുടെ വാല്യൂ എന്തായിരിക്കും? ഇ മൈനസ് എയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു ഇൻ്റർസെക്ഷൻ n equal to 1 to infinity a n. അവിടെ ഡി മോർഗൻസ് ലോ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ യൂണിയൻ n equal to 1 to infinity ഇ മൈനസ് എ എന്ന് കിട്ടുന്നു. നമുക്ക് വേണമെങ്കിൽ അവിടെ സബഡിറ്റിവിറ്റി പ്രോപ്പർട്ടി കൊടുത്തു കഴിഞ്ഞാൽ മെഷർ ഓഫ് ഇ മൈനസ് എ ഈസ് വുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു സമേഷൻ ഓഫ് ദി മെഷർ ഇ മൈനസ് എ എന്ന് കിട്ടുന്നു. ഈ മെഷർ ഓഫ് ഇ മൈനസ് എൻ്റെ വാല്യൂ ലെസ് ദാൻ ഡെൽറ്റയാണ്. ഡെൽറ്റേൻ്റെ വാല്യൂ എപ്സിലോൺ ബൈ 2 raised to n plus 1 ആണ്. അവിടെ കൊടുത്തു സമേഷൻ n equal to 1 to infinity എപ്സിലോൺ ബൈ 2 raised to n plus 1 വിച്ച് ഈസ് എ ജോമെട്രിക് സീരീസ് വിത്ത് ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് എപ്സിലോൺ ബൈ 2ഉം കോമൺ റേഷ്യോയും എപ്സിലോൺ ബൈ 2 ആണ്. അപ്പോൾ നമുക്ക് ജോമെട്രിക് സീരീസിൻ്റെ ഡെഫിനിഷൻ പ്രകാരം വിച്ച് ഈസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടും? എപ്സിലോൺ ബൈ 2 എന്ന് കിട്ടും. ഓക്കെ, മെഷർ ഓഫ് ഇ മൈനസ് എയുടെ വാല്യൂ ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 എന്ന് കിട്ടി. അപ്പോൾ നമുക്കൊരു മെഷറബിൾ സെറ്റ് അവിടെ കണ്ടെത്താൻ പറ്റി. എഫ് എൻ ഡെൻസിറ്റി ഓഫ് യൂണിഫോംലി ഓൺ എ ആണെന്നും മനസ്സിലായിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഈ എയുടെ ഉള്ളിലൊരു ക്ലോസ് സെറ്റിനെ കൂടി കണ്ടെത്തുമ്പോഴാണ് റിസൾട്ട് ആവുന്നത് എഗ്രോസ് തിയറം. അതിനുവേണ്ടി ഇവിടെ നമുക്കറിയാം 1 by n tends to 0 ആണ്. ദെൻ കറസ്പോണ്ടിങ് ടു എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ദർ ഈസ് എ നാച്ചുറൽ നമ്പർ n സച്ച് ദാറ്റ് മോഡ് 1 by n minus 0 ലെസ് ദാൻ എപ്സിലോൺ ഫോർ ഓൾ n ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു n ആണ്. എപ്സിലോൺ കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ 1 by n ലിമിറ്റ് അപ്ലൈ ചെയ്യുകയാണ് ചെയ്ത ഡെഫിനിഷൻ. ഓക്കെ, അപ്പോൾ ഇത് n0th ടേം മുതലും വർക്ക് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം 1 by n0 ലെസ് ദാൻ എപ്സിലോൺ എന്ന് കിട്ടുന്നു. അപ്പോൾ മോഡ് എഫ് കെ മൈനസ് എഫ് ഈസ് ലെസ് ദാൻ 1 by n0 ഓൺ എ എൻ നോട്ട് എന്ന് പറഞ്ഞാൽ ശരിക്കും ആ വാല്യൂ 1 by n0 എപ്സിലോണിനേക്കാൾ കുറവായതുകൊണ്ട് മോഡ് എഫ് കെ മൈനസ് എഫ് ഈസ് ലെസ് ദാൻ എപ്സിലോൺ ഓൺ എ എൻ നോട്ട് എന്നാണ് അർത്ഥം. ഓക്കെ, ഇനി ഞാൻ എ എന്ന് പറയുന്നത് ഇൻ്റർസെക്ഷൻ എ എൻസ് ആണ്. എ സബ്സെറ്റ് ഓഫ് എ എൻ ആണ്. ഇൻ്റർസെക്ഷൻ പറഞ്ഞാൽ വളരെ ചെറുതായിരിക്കും. ഇപ്പോൾ എ സബ്സെറ്റ് ഓഫ് എ എൻ നോട്ട് കൂടിയാണ്. അതിനർത്ഥം നമുക്ക് മോഡ് എഫ് കെ മൈനസ് എഫ് ഈസ് ലെസ് ദാൻ എപ്സിലോൺ ഓൺ എ ഫോർ എവരി കെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എൻ ഓഫ്. അതിനർത്ഥം എയിലെ കൺവേർജൻസ് യൂണിഫോം കൺവേർജൻസ് ആണെന്ന് മനസ്സിലായി. കൂടാതെ മെഷർ ഓഫ് എ മൈനസ് ഇ മൈനസ് എയുടെ വാല്യൂ ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 കിട്ടി. ഇപ്പോൾ ഒരു മെഷറബിൾ സെറ്റിൽ മാത്രമേ നമ്മൾ എത്തിയിട്ടുള്ളൂ. ഇനി നമുക്കൊരു ക്ലോസ് സെറ്റിലേക്കാണ് എത്തേണ്ടത്. ഈ ക്ലോസ് സെറ്റിൽ എത്താൻ വേണ്ടി നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഇന്നർ അപ്രോക്സിമേഷൻ ഓഫ് എ മെഷറബിൾ സെറ്റ് ബൈ എ ക്ലോസ്ഡ് സെറ്റ് എന്നാണ്. അതായത് ഏതൊരു മെഷറബിൾ സെറ്റിൻ്റെ ഉള്ളിലും ഒരു ക്ലോസ്ഡ് സെറ്റ് ഉണ്ടാവും. ആ ക്ലോസ്ഡ് സെറ്റും മെഷറബിൾ സെറ്റും തമ്മിലുള്ള ഡിഫറൻസിൻ്റെ മെഷർ എന്ന് പറയുന്നത് നെഗ്ലിഗബിൾ ആവുന്നതാണ് ഇന്നർ അപ്രോക്സിമേഷൻ. അപ്പോൾ ഞാനിവിടെ ഇയുടെ ഉള്ളിലാണ് എ ഉള്ളത്. എ ഒരു മെഷറബിൾ സെറ്റ് ആയതുകൊണ്ട് അതിൻ്റെ ഉള്ളിലൊരു ക്ലോസ് സെറ്റ് ഉണ്ടാവും. ഈ എയും എഫും തമ്മിലുള്ള മെഷറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നെഗ്ലിഗബിൾ. ദാറ്റ് മീൻസ് ഹിയർ വി ടേക്ക് ഇറ്റ് ആസ് ലെസ് ദാൻ എപ്സിലോൺ ബൈ 2.
ഇനി ഇ മൈനസ് എഫ് ആ പിക്ചർ നോക്കിയാൽ ഇ മൈനസ് എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇ മൈനസ് എ യൂണിയൻ എ മൈനസ് എഫ് ആണ്. ഇനി ഇ മൈനസ് എയും എ മൈനസ് എഫും ഡിസ്ജോയിൻ്റ് ആണ്. അപ്പോൾ ആണെങ്കിൽ നമുക്ക് ഈ മെഷർ ഓഫ് ഇ മൈനസ് എഫ് ക്യാൻ ബി റിട്ടേൺ ആസ് മെഷർ ഓഫ് ഇ മൈനസ് എ പ്ലസ് മെഷർ ഓഫ് എ മൈനസ് എഫ് എന്ന് വിളിക്കാം. ബോത്ത് വാല്യൂസ് ആർ ലെസ് ദാൻ എപ്സിലോൺ ബൈ 2. Therefore the measure of E minus F should be less than epsilon by 2 plus epsilon by 2 equal to epsilon. That means we found one of the closed set in E in which the convergence of Fn tends to F on E അല്ല, അവിടെ F ആണ്, ചെറിയ എററുണ്ട്. Fn tends to F uniformly on F and measure of E minus F is less than epsilon. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണോ റെക്കോർഡായിട്ട് എഗ്രോസ് തിയറത്തിൽ പ്രൂവ് ചെയ്യേണ്ടത് അത് പ്രൂവ് ചെയ്തിരിക്കുകയാണ്. അടുത്തത് നമുക്ക് പ്രപ്പോസിഷൻ 11 ആണ്. പ്രപ്പോസിഷൻ 11 പറയുന്നത് ഒരു സിമ്പിൾ ഫംഗ്ഷൻ ഡിഫൈൻഡ് ഓൺ എ മെഷറബിൾ സെറ്റിനെ അപ്രോക്സിമേറ്റഡ് ബൈ എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഓൺ എ ക്ലോസ്ഡ് സെറ്റ് എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതായത് എഫ് ഒരു സിമ്പിൾ ഫംഗ്ഷൻ ആണെങ്കിൽ ഏത് പോസിറ്റീവ് ക്വാണ്ടിറ്റി എടുത്താലും ഈ എന്ന ഡൊമൈൻ സെറ്റിനുള്ളിലുള്ള ഒരു ക്ലോസ്ഡ് സെറ്റിൽ ഡിഫൈൻ ചെയ്യുന്ന ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷനും തുല്യമായിരിക്കും എഫ് എന്ന് പറയുന്നത്. അപ്പോൾ ആക്ച്വലി ഒരു സിമ്പിൾ ഫംഗ്ഷനെ ചില സ്ഥലങ്ങളിൽ നമുക്ക് കണ്ടിന്യൂറ്റിക്ക് തുല്യമായി കാണാം, ചില സ്ഥലങ്ങളെന്ന് പറയുന്നത് ഒരു ക്ലോസ് സെറ്റിനുള്ളിൽ കാണാമെന്നും ആ ക്ലോസ് സെറ്റിൻ്റെ ഔട്ടർ വരുന്ന ഏരിയ, അതായത് മെഷർ ഓഫ് ഇ മൈനസ് എഫ് എന്ന് പറയുന്നത് ലെസ് ദാൻ എപ്സിലോൺ എന്നാണ് പ്രൂവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഓൺ ആർ. അതിൻ്റെ റെസ്ട്രിക്ഷൻ ക്ലോസ് സെറ്റിൽ പറയുന്ന റെസ്ട്രിക്ഷനിലാണ് ഈക്വൽ ആവുന്നത്. അപ്പോൾ നമുക്ക് ഒരു റിയൽ ലൈനിലുള്ളൊരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ വേണം, അതിനെ ഈ എഫ് എന്ന സെറ്റിലേക്ക് റെസ്ട്രിക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് എഫിന് ഈക്വൽ ആണെന്നാണ് കിട്ടേണ്ടത്. അപ്പോൾ ഞാൻ സപ്പോസ് ചെയ്ത് എഫ് ഈസ് എ സിമ്പിൾ ഫംഗ്ഷൻ ഓൺ ഇ ലെറ്റ് എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 എന്നെടുത്തു. എനിക്കൊരു ആദ്യം കണ്ടിന്യൂസ് ഫംഗ്ഷൻ കണ്ടെത്തണം. അതിനുവേണ്ടി കാനോണിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് സിമ്പിൾ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇൻ ടേംസ് ഓഫ് ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻസ് ആണ്. ദാറ്റ് മീൻസ് എഫ് ഈക്വൽ ടു സിഗ്മ ഈക്വൽ ടു 1 to n a into chi e. A's are the images, a1, a2, etc. n's are the images of our function f, and e's are the corresponding inverse images of a's. That means ei can be written as a set of all x element of e such that f of x is equal to a. f inverse of a ആണ്. e's pairwise disjoint ആയിരിക്കും, their union must be e ആയിരിക്കും. ഓക്കെ, പാർട്ടീഷനാണ് ചെയ്തിരിക്കുന്നത്, മെഷറബിൾ സെറ്റ്സ് ആയിട്ട് പാർട്ടീഷൻ ചെയ്തിരിക്കുന്നത്. ഇനി E1 E2 എക്സെട്ര മെഷറബിൾ സെറ്റ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ഓരോ മെഷറബിൾ സെറ്റിനും കറസ്പോണ്ടിങ് ഇന്നർ അപ്രോക്സിമേഷൻ ബൈ എ ക്ലോസ് സെറ്റ് ഉണ്ടാവും, തൊട്ട് മുകളിൽ പഠിച്ചതുപോലെ. അങ്ങനെയാണെങ്കിൽ E1-നുള്ളിൽ ഒരു F1 ഉണ്ടാവും, E2-നുള്ളിൽ ഒരു F2 ഉണ്ടാവും, എക്സെട്ര EIക്കുള്ളിൽ ഒരു F5 ഉണ്ടാവും. കൂടാതെ മെഷർ ഓഫ് ഇ മൈനസ് എഫ് ഐയുടെ വാല്യൂ ലെസ് ദാൻ ഇവിടെ എപ്സിലോൺ എൻ എടുക്കും. ഏത് നമ്മൾ എടുക്കാം, ഇവിടെ നമ്മൾ എപ്സിലോൺ ബൈ എൻ എന്ന് ചൂസ് ചെയ്യും. എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്പർ ഓഫ് ഇമേജസ് ഓഫ് അവർ സിമ്പിൾ ഫംഗ്ഷനാണ്. ഓക്കെ, take capital F is equal to union equal to 1 to n f(i). f1, f2, etc. fn's are closed sets. So the finite union of closed set again closed. That means our set f is closed. അപ്പോൾ ഒരു ക്ലോസ്ഡ് സെറ്റിന് നമ്മൾ കണ്ടെത്തിയിരിക്കുന്നു. ഇനി ഈ കേസ് ആർ ഡിസ്ജോയിൻ്റ് ആണെന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ഇ മൈനസ് എഫ് ഈക്വൽ ടു ഇ മൈനസ് യൂണിയൻ ഈക്വൽ ടു 1 to n f(i) എന്ന് എഴുതാം. ഇയുടെ വാല്യൂ യൂണിയൻ ഈക്വൽ ടു 1 to n e ആണ്. എഫിൻ്റെ വാല്യൂ യൂണിയൻ ഈക്വൽ ടു 1 to n f(i) ആണ്. അവിടെ നമ്മൾ ലോ അപ്ലൈ ചെയ്യുമ്പോൾ ഡിസ്ട്രിബ്യൂട്ടീവ് ലോയും ഡിമോൺസ് ലോ ഒക്കെ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് യൂണിയൻ ആയി വേരിയസ് ഫ്രം 1 to n ei minus fi എന്ന് കിട്ടുന്നു. ദാറ്റ് മീൻസ് മെഷർ ഓഫ് ഇ മൈനസ് എഫ് ഈസ് ഈക്വൽ ടു മെഷർ ഓഫ് ദി യൂണിയൻ ei minus fi എന്ന് കിട്ടും. ഓക്കെ, സബ് അഡിറ്റിവിറ്റിയോ അല്ലെങ്കിൽ നമുക്ക് അവിടെ ഡിസ്ജോയിൻറ്റ് പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട് അഡിറ്റിവിറ്റി തന്നെ ഉപയോഗിക്കാം. ഫൈനൈറ്റ് അഡിറ്റിവിറ്റി സിഗ്മ ഈക്വൽ ടു 1 to n മെഷർ ഓഫ് ei minus fi, ബട്ട് ദാറ്റ് വാല്യൂ ലെസ് ദാൻ എപ്സിലോൺ ബൈ എൻ. സിഗ്മ വേരിയസ് ഫ്രം 1 to n എപ്സിലോൺ ബൈ എൻ എന്നുള്ള വാല്യൂ എന്തായി മാറും? എപ്സിലോൺ ബൈ എൻ പ്ലസ് എപ്സിലോൺ ബൈ എൻ പ്ലസ് എക്സെട്ര എൻ ടൈംസ് ആണ്. ദാറ്റ് ഈസ് എപ്സിലോൺ തന്നെ കിട്ടുന്നു. ദ measure of E minus F is less than. That means we found one of the closed set in E in which measure of E minus F is less than epsilon. ഒരു ക്ലോസ് സെറ്റ് കണ്ടെത്തിയിരിക്കുന്നു. ഇനി വേണ്ടത് ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ക്ലോസ് സെറ്റിലുള്ള ആളെ കണ്ടെത്തണം. അതിനുവേണ്ടി ഡിഫൈൻ g of x is equal to a1 for x element of f1, a2 for x element of f2, etc. an for x element of fn. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ കൺസിഡർ ചെയ്യുക ക്ലോസ് ഇൻ്റർവൽ 0-1 യൂണിയൻ ക്ലോസ് ഇൻ്റർവൽ 2-3 എന്നുള്ള ഒരു സെറ്റ് എടുക്കുക. f1 ഈക്വൽ ക്ലോസ് ഇൻ്റർവൽ 0-1, f2 ഈക്വൽ ടു ക്ലോസ് ഇൻ്റർവൽ 2-3. അതിൽ രണ്ട് വാല്യൂസ് കൊടുക്കുക. 0-1-ൽ 1 എന്നും 0-2-3-ൽ നമുക്ക് വേണമെങ്കിൽ 3 എന്നോ 5 എന്നോ എന്തെങ്കിലും കൊടുക്കാം. ശരിക്കും അതൊരു കണ്ടിന്യൂസ് ഫംഗ്ഷനാണ്, കാരണം അത് ഡിസ്ജോയിൻറ്റ് ഡൊമൈൻസ് ആണ് അതിനകത്ത് വരുന്നത്. ക്ലോസ് ഇൻ്റർവൽ 0-1 യൂണിയൻ ക്ലോസ് ഇൻ്റർവൽ 2-3 എന്ന് പറയുന്നത് ഡിസ്ജോയിൻ്റ് ആണ്. അപ്പോൾ ഈ ഡിസ്ജോയിൻറ്റ് ക്ലോസ് സെറ്റ്സ് എടുക്കുമ്പോൾ കണ്ടിന്യൂറ്റി എഫക്റ്റ് ചെയ്യില്ല, കാരണം റൈറ്റ് ലിമിറ്റ് ലെഫ്റ്റ് ലിമിറ്റ് ഇഷ്യൂസ് ഇല്ല. കാരണം 0-1-ൽ 0-യും 1-ഉം എൻ പോയിൻറ്റ്സ് ആയിട്ട് വരും. അതിന് 1-ന് റൈറ്റ് ലിമിറ്റ് ഉണ്ടാവില്ല, 0-ക്ക് ലെഫ്റ്റ് ലിമിറ്റ് ഉണ്ടാവില്ല. അതുപോലെ 2-3-ലുള്ള 2-ന് ലെഫ്റ്റ് ലിമിറ്റ് ഉണ്ടാവില്ല, 3-ക്ക് റൈറ്റ് ലിമിറ്റ് ഉണ്ടാവില്ല. അപ്പോൾ അവിടെ ഒരു പ്രോബ്ലം വരുന്നില്ല, കണ്ടിന്യൂറ്റിക്ക്
ലിമിറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടാകുന്നില്ല. അപ്പോൾ ഡിസ്ജോയിൻറ്റ് ക്ലോസ്ഡ് സെറ്റ്സിൻ്റെ യൂണിയനിൽ എടുക്കുന്ന ഏതൊരു കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻസിൻ്റെ അല്ലെങ്കിൽ ഒരു സിമ്പിൾ ഫംഗ്ഷൻ എന്തായി മാറും? അപ്പോൾ ജിയും ഇവിടെ സിമ്പിൾ ഫംഗ്ഷൻ തന്നെയാണ്. ഫൈനൈറ്റ് നമ്പർ ഓഫ് ഇമേജസേ ഉള്ളൂ. F1 F2 എക്സെട്ര Fn എല്ലാം ഡിഫൈൻ ചെയ്യുന്നത്. പക്ഷേ അവർ ഡിസ്ജോയിൻറ്റ് ആവുന്നത് കൊണ്ടാണ് നമുക്ക് ഇങ്ങനെയൊരു ഗുണം കിട്ടുന്നത്. ഓക്കെ, ഡിസ്ജോയിൻറ്റ് ക്ലോസ് സെറ്റ് ആവുന്നതുകൊണ്ട് മാത്രമാണ്. ഡിസ്ജോയിൻറ്റ് ഓപ്പൺ സെറ്റ് ആവുന്നതുകൊണ്ട് നമുക്കിങ്ങനെ കിട്ടണമെന്നില്ല. പ്രത്യേകം ഓർക്കുക. അപ്പോൾ ജി ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ തന്നെയാണ്. ഇനി ഈ ജി എന്ന കണ്ടിന്യൂസ് ഫംഗ്ഷനെ ഒരു T-star എക്സ്റ്റൻഷൻ തിയറം ഉണ്ട്. ഏതൊരു ക്ലോസ് സെറ്റിൽ ഡിഫൈൻ ചെയ്യുന്ന ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷനെ ഹോൾ റിയൽ ലൈനിൽ തന്നെ കണ്ടിന്യൂറ്റി ആയിട്ട് ഡിഫൈൻ ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ തൊട്ട് മുന്നേ പറഞ്ഞത് ക്ലോസ് ഇൻറ്റോൾ 0 1 1 എന്നും ക്ലോസ് ഇൻറ്റോൾ 2 3 ഞാൻ 5 എന്നും കൊടുത്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ 2 സെഗ്മെൻറ്റുകൾ പാരലൽ ടു എക്സ് ആക്സിസ് കിട്ടുക. 0 1 മുതൽ 1ന് പാരലായിട്ടൊരു ലൈനും ആൻഡ് 2 3 ഒരു 5ന് പാരലൽ ലൈനും. ഇതിനെ ജോയിൻ ചെയ്യുന്ന ഏത് രീതിയിൽ കണ്ടിന്യൂറ്റി വരച്ചാലും അതൊക്കെ ഈ ജിയുടെ എക്സ്റ്റൻഷൻ ആയിരിക്കും. പല രീതിയിൽ നമുക്കത് വരയ്ക്കാം. ഓക്കെ, അപ്പോൾ കണ്ടിന്യൂറ്റി മിസ് ചെയ്യാതെ, അതായത് F1 F2 എക്സെട്ര Fnലെ കണ്ടിന്യൂറ്റി മിസ് ചെയ്യാതെ നമുക്ക് ഹോൾ റിയൽ ലൈനിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്നു. സോ ജി ഓട്ടോമാറ്റിക്കലി ബിക്കംസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഓൺ ആറായി മാറുന്നു. ഇനി ഈ ജിയും സ്മോൾ എഫും എവിടെ ഈക്വൽ ആയിരിക്കും? ക്യാപിറ്റൽ എഫിൽ ഈക്വലും ആയിരിക്കും. ദാറ്റ് മീൻസ് വി ക്യാൻ അപ്രോക്സിമേറ്റ് അവർ സിമ്പിൾ ഫംഗ്ഷൻ എഫ് as a continuous function on a closed set F in E, in which the measure of E minus F is less than epsilon. അപ്പോൾ അതാണ് ഈ പ്രപ്പോസിഷൻ പറയുന്നത്. അടുത്ത വളരെ പ്രസിദ്ധമായ തിയറാണ് ലൂസിൻസ് തിയറം. തൊട്ട് മുന്നേ പഠിച്ചത് സിമ്പിൾ ഫംഗ്ഷനെ കണ്ടിന്യൂസ് ഫംഗ്ഷനുമായിട്ടൊരു ക്ലോസ് സെറ്റിൽ അപ്രോക്സിമേറ്റ് ചെയ്യാനാണ്. ലൂസിൻസ് തിയറം പറയുന്നത് മെഷറബിൾ ഫംഗ്ഷനെ തന്നെ നമുക്കങ്ങനെ അപ്രോക്സിമേറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഞാനൊരു FBA മെഷറബിൾ ഫംഗ്ഷൻ ഡിഫൈൻഡ് ഓൺ എ മെഷറബിൾ സെറ്റ് E ആൻഡ് ലെറ്റ് എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0, then we can find out a continuous function G on R such that G on R and a closed set F such that F is equal to G on F and measure of E minus F is less than epsilon. ഇത് പ്രൂവ് ചെയ്യണം. അപ്പോൾ ആദ്യം ഞാൻ എഫ് മെഷറബിൾ ഫംഗ്ഷൻ ആയതുകൊണ്ട് സിമ്പിൾ അപ്രോക്സിമേഷൻ തിയറം പ്രകാരം വി ക്യാൻ ഫൈൻഡ് ഔട്ട് എ സീക്വൻസ് ഓഫ് സിമ്പിൾ ഫംഗ്ഷൻസ് Fn വിച്ച് ടെൻസ് ടു F പോയിൻറ്റ് വൈസ്ലി ഓൺ E എന്ന് കിട്ടുന്നു. ഇനി Fns ഒക്കെ സിമ്പിൾ ഫംഗ്ഷനാണ്. അങ്ങനെയാണെങ്കിൽ തൊട്ട് മുന്നിലുള്ള പ്രപ്പോസിഷൻ 11 പ്രകാരം കറസ്പോണ്ടിങ് ടു ഈച്ച് Fn വി ക്യാൻ ആൻഡ് എപ്സിലോൺ by 2n+1 പോസിറ്റീവ് നമ്പറിന് കറസ്പോണ്ടിങ് ആയിട്ട് വി ക്യാൻ ഫൈൻഡ് ഔട്ട് കണ്ടിന്യൂസ് ഫംഗ്ഷൻസ് Gn on R such and a closed set Fn subset of E with Fn equal to Gn on Fn and measure of E minus Fn less than epsilon by 2n+1. കാരണം അവിടെ തൊട്ട് മുകളിൽ Fന് വേണ്ടി യൂസ് ചെയ്ത കാര്യം ഇവിടെ F1നും F2നും. അപ്പോൾ F1ന് വേണ്ടി ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ G1 കിട്ടുന്നു, കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്ലോസ് സെറ്റിന് ക്യാപിറ്റൽ F1 പേര് കൊടുക്കുന്നു. അപ്പോൾ ഈ പ്രോസസ്സ് കണ്ടിന്യൂ. അതാണ് ഇക്വേഷൻ 1 എന്ന് പറയുന്നത്. ഈ തൊട്ട് മുന്നേ നമ്മൾ എഗ്രോസ് തിയറം പഠിച്ചിട്ടുണ്ട്. എഗ്രോസ് തിയറത്തിൽ ഏതൊരു പോയിൻറ്റ് വൈസ് കൺവേർജൻസും ഒരു ക്ലോസ് സെറ്റിനുള്ളിൽ യൂണിഫോം കൺവേർജൻസ് ആയിരിക്കും. അപ്പോൾ ദാറ്റ് മീൻസ് there is a closed set corresponding to our epsilon greater than 0. There is a closed set F naught in E such that our convergence Fn tends to F. Fn tends to F. പോയിൻറ്റ് വൈസ് എന്ന് പറയുന്നത് ആക്ച്വലി യൂണിഫോംലി ഓൺ F naught ആയിരിക്കും ആൻഡ് മെഷർ ഓഫ് E minus F naught ഷുഡ് ബി ലെസ് ദാൻ epsilon by 2. ഓക്കെ, ഇപ്പോൾ നമുക്ക് ക്ലോസ് സെറ്റുകളുടെ എണ്ണം F1 F2 എക്സെട്ര Fn കിട്ടി, കൂടാതെ ഒരു F naught കിട്ടിയിട്ടുണ്ട്. F naughട്ടിലെ കൺവേർജൻസ് യൂണിഫോം ആണ്. Fnൻ്റെ കേസിൽ സ്മോൾ Fn ക്യാൻ ബി അപ്രോക്സിമേറ്റഡ് ആസ് Gn എന്നുമാണ്. ഓക്കെ, therefore capital F is the countable intersection of closed sets F naught intersection n equal to intersection n equal to 1 to Fn. All sets are closed, their countable intersection is also closed. That means F is closed in E. ഇപ്പോൾ ഒരു ക്ലോസ് സെറ്റ് നമ്മൾ കണ്ടെത്തി. മെഷർ ഓഫ് E minus F is equal to measure of E minus intersection n equal to 0 to infinity Fn. That means measure of ഡി മോർഗൻ ലോ അപ്ലൈ ചെയ്യുമ്പോൾ n equal to 0 to യൂണിയനിലേക്ക് പോകും. E minus Fn സബ് അഡിറ്റിവിറ്റി കൊടുക്കുമ്പോൾ മെഷർ ഓഫ് E minus F naught പ്ലസ് സമ്മേഷൻ n equal to 1 to infinity measure of En. മെഷർ ഓഫ് E minus F naught വാല്യൂ ലെസ് ദാൻ epsilon by 2 ആണ്. അടുത്തത് n വേരീസ് ഫ്രം 1 to epsilon by 2 raised to n+1, അത് ലെസ് epsilon by 2 ആണ്. ഈ രണ്ടും കൂടി സം ചെയ്യുമ്പോൾ ലെസ് ദാൻ എപ്സിലോൺ കിട്ടുന്നു. ദാറ്റ് മീൻസ് മെഷർ ഓഫ് E minus F ഒരു ക്ലോസ് സെറ്റ് നമ്മൾ കണ്ടെത്തിയിരിക്കും. മെഷർ ഓഫ് E minus F ഈസ് ലെസ് ദാൻ എപ്സിലോൺ കിട്ടിയിരിക്കും. ഇനി നമുക്ക് തൊട്ട് മുകളിൽ തന്നിട്ടുണ്ട് Fn ഈക്വൽ ടു Gn ഓൺ Fn എ ക്ലോസ് സബ്സെറ്റ് ഓഫ് E ആൻഡ് Gns ആർ കണ്ടിന്യൂസ് ഓൺ R. അപ്പോൾ Fnൽ ക്യാപിറ്റൽ Fnൽ Fനും സ്മോൾ Fനും സ്മോൾ Gനും ഈക്വൽ ആണെങ്കിൽ Gns കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണെങ്കിൽ അവിടെ Fനും എന്ത് ഫംഗ്ഷൻ തന്നെയായിരിക്കും? കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഓൺ Fn ആയിരിക്കും. ഇനി Fn ടെൻസ് ടു F യൂണിഫോംലി ഓൺ F naught ആണ്. അപ്പോൾ നോക്കൂ, Fns F naughട്ടിൽ യൂണിഫോംലി കണ്ടിന്യൂസ് ആണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ലിമിറ്റായിട്ടുള്ള സ്മോൾ എഫും
എഫ് നോട്ടിൽ കണ്ടിന്യൂസ് ആയിരിക്കും. കാരണം യൂണിഫോം ലിമിറ്റ് ഓഫ് എ കണ്ടിന്യൂസ് സീക്വൻസ് ഓഫ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഷുഡ് ബി കണ്ടിന്യൂസ് എന്ന് പഠിച്ചിട്ടുണ്ട്. അതായത് കൺവേർജൻസ് യൂണിഫോം ആണെങ്കിൽ എഫ് എൻസ് കണ്ടിന്യൂസ് ആണെങ്കിൽ എഫും കണ്ടിന്യൂസ് ആയിരിക്കും. അപ്പോൾ എഫ് ഈസ് കണ്ടിന്യൂസ് ഓൺ എഫ് നോട്ട് എന്ന് കിട്ടി. പക്ഷേ എഫ് ക്യാപിറ്റൽ എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് നോട്ട് ഇൻ്റർസെക്ഷൻ എഫ് വൺ ഇൻ്റർസെക്ഷൻ എക്സെട്രയാണ്. സോ എ ഇൻ്റർസെക്ഷൻ ബി സബ്സെറ്റ് ഓഫ് എ എന്ന് പറയുന്നത് പോലെ എഫ് ഈസ് എ സബ്സെറ്റ് ഓഫ് ഫസ്റ്റ് സെറ്റ്, അത് എഫ് നോട്ട് ആയിരിക്കും. അപ്പോൾ എഫ് നോട്ടിൽ സ്മോൾ എഫ് കണ്ടിന്യൂസ് ആണെങ്കിൽ സ്മോൾ എഫ് എഫിലും എന്ത് തന്നെയായിരിക്കും, കണ്ടിന്യൂസ് ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി, സ്മോൾ എഫ് ക്യാപിറ്റൽ എഫിൽ കണ്ടിന്യൂസ് ആണെങ്കിൽ വി ക്യാൻ ഫൈൻഡ് ഔട്ട് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഓൺ ആർ ഹൂസ് റെസ്ട്രിക്ഷൻ ഓൺ ക്യാപിറ്റൽ എഫ് എന്ന് പറയുന്നത് സ്മോൾ എഫിൽ തുല്യമായിരിക്കും. അല്ലെങ്കിൽ നീ സ്മോൾ എഫിനെ നമ്മൾ എഫിൽ ജി എന്ന് പേര് കൊടുത്ത് ആ ജിയെ ടീസ്റ്റ് എക്സ്റ്റൻഷൻ തിയറം ഉപയോഗിച്ച് റിയൽ ലൈനിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ ജി കണ്ടിന്യൂസ് ഓൺ ആർ എന്ന് കിട്ടുന്നു. ജിയുടെ റെസ്ട്രിക്ഷൻ ഓൺ എഫ് എന്ന് പറയുന്നത് സ്മോൾ എഫും ആയിരിക്കും. ദാറ്റ് മീൻസ് വി ഫോണ്ട് കറസ്പോണ്ടിങ് ടു അവർ epsilon greater than 0, we found a closed set capital F and a continuous function g on R such that g restricted f is equal to f. That means f is equal to g on f and measure of e minus f is less than epsilon. ഇത് വളരെ പ്രസിദ്ധമായ തിയറാണ്. ഓക്കെ, താങ്ക് യു.